മിശിഹായിൽ സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ക്രിസ്തു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ആ റാലിക്ക് വരുന്നവർക്ക് കൊടുക്കുന്ന സ്നാക്സും റാലിക്ക് ശേഷം ലഭിക്കുന്ന ഭക്ഷണപ്പൊതിയും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെല്ലാവരും വാഹനത്തിൽ വന്നിറങ്ങി ആദ്യം നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നവര് പള്ളി നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സോണിലായിരിക്കണം നിങ്ങൾ വിശുദ്ധ കുർബാന സമയത്തും അതിനുശേഷമുള്ള മീറ്റിംഗിലും ഇരിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാവർക്കും ഗാന്ധിപുരം പള്ളിയിൽ നിന്ന് ഫ്രൂട്ടിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും നൽകപ്പെടുന്നുണ്ട്. ഓരോ സോണിലും 4 കൗണ്ടറുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. മൊത്തം 6 സോണാണ്. അതിൽ 4 കൗണ്ടർ, 24 കൗണ്ടർ ഉണ്ടായിരിക്കും. ഇതേ അറേഞ്ച്മെന്റ്സ് ആണ് റാലി കഴിഞ്ഞു വന്നാലും ഉണ്ടായിരിക്കുക. അവിടെ നമ്മൾ ശാന്തമായി നമ്മുടെ ആദ്യം കുർബാന കഴിയുമ്പോൾ നമ്മൾ ഫ്രൂട്ടിയും സ്നാക്സും വാങ്ങിച്ച് അവിടെ ഇരുന്ന് തന്നെ നമ്മളത് കഴിക്കുന്നു. കഴിച്ച ശേഷം ഓരോ സോണിലും വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള കവറുകൾ ഉണ്ടായിരിക്കും. അതിലായിരിക്കണം വേസ്റ്റുകൾ നിക്ഷേപിക്കേണ്ടത്. ഗ്രൗണ്ടിലോ അതോ റാലിക്ക് പോകുന്ന സമയത്തോ നമ്മളത് കളയാൻ പാടുള്ളതല്ല. റാലിക്ക് ശേഷം നമ്മൾ ദേവാലയത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഇവിടെ ഭക്ഷണപ്പൊതികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിക്കേണ്ടത് ഓരോരുത്തരും വീതമാണ്. കളക്റ്റീവായിട്ട് ആർ കൊടുക്കുന്നതല്ല. ഓരോരുത്തരും വന്ന് അതാത് സോണിൽ നിന്ന് ആ ഭക്ഷണ പാക്കറ്റുകൾ വാങ്ങിക്കേണ്ടതാണ്. നമുക്കറിയാം, ഇത് വളരെ കൃത്യമായിട്ടും ഭംഗിയായി നടക്കണമെന്ന് ഇവിടെയുള്ള വികാരിച്ചനും മറ്റെല്ലാവർക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ പൊതി വീതമാണ് നൽകപ്പെടുക. അതിൽ വെള്ളമുണ്ടായിരിക്കും, ഭക്ഷണമുണ്ടായിരിക്കും. നമ്മളത് വാങ്ങിച്ച ശേഷം നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകേണ്ടതാണ്. ഭക്ഷണം നമുക്കറിയാം, ഗാന്ധിപുരം പള്ളിയുടെ സ്ഥലപരിധി മൂലം എല്ലാവർക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവിടെ സാധ്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വാങ്ങിച്ച് നമ്മളെല്ലാവരും പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നു. അവിടെ പോയി നമ്മൾ വാഹനത്തിലോ അല്ല മറ്റ് രീതിയിലൊക്കെ ഭക്ഷണം കഴിക്കാവുന്നതാണ്. നമ്മൾ റോട്ടിലോ അത് മറ്റു സ്ഥലങ്ങളിലൊന്നും ഭക്ഷണം കഴിച്ച ശേഷം വേസ്റ്റുകൾ നിക്ഷേപിക്കരുത്. നിങ്ങളുടെ ഗ്രൂപ്പ് ലീഡറിന്റെ കയ്യിൽ വേസ്റ്റ് ഇടാനുള്ള കവറും കൊടുത്തിരിക്കും. ആ കവറിൽ നിങ്ങൾ നിക്ഷേപിച്ച് അത് കളയേണ്ടതാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഈ ഒരു റാലി, അതിന്റെ ക്രമീകരണങ്ങൾ വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും തിക്കും തിരക്കും കാണിക്കാതെ വളരെ മനോഹരമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. എല്ലാവരുടെയും സഹകരണവും സ്നേഹവും സന്തോഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.